സത്യം സത്യമായിട്ട് പറഞ്ഞ നമുക്ക് ഈ ചോദ്യം ചെയ്യല് പെട്ടെന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കാം. നിങ്ങളല്ലേ ആ മരണത്തിന് പിന്നിൽ? അല്ല. അല്ലേ? അല്ല. മരണ ദിവസം നിങ്ങളും നടേശ സാറും തമ്മിൽ കണ്ടിരുന്നില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? കണ്ടിരുന്നു. എവിടെ വെച്ച്? ആശുപത്രി വെച്ച്. എന്തിനാ നിങ്ങൾ അവിടെ പോയത്? മാഡം, ഒരാൾ ആശുപത്രിയിലാന്നറിഞ്ഞാൽ നമ്മൾ കാണാൻ പോകത്തില്ലേ? ഒച്ച കൊള്ളം. കൊല്ലാൻ വേണ്ടിയില്ലേ നിങ്ങൾ അവിടെ ചെന്നത്? കൊല്ലാൻ ആരെങ്കിലും ആശുപത്രി തിരഞ്ഞെടുക്കോ മാഡം? ബുദ്ധിയുള്ള ആരും അത് ചെയ്യില്ല. അതിബുദ്ധിയുള്ളവരെ അങ്ങനെ ചെയ്യൂന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റൂ? മാഡം മുൻവിധിയോട് ഇങ്ങനെ ചോദിച്ചാ ഞങ്ങൾ എന്ത് ചെയ്യാണ്? ശരി, മനോഹരൻ നടേശൻ സാറിനെ ആശുപത്രിയിൽ ചെന്ന് കണ്ടു. സാധാരണ ഈ രോഗികളെയൊക്കെ കാണാൻ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പതിവുണ്ടല്ലോ. നിങ്ങൾ എന്താ വാങ്ങിക്കൊണ്ട് പോയത്? അവിടുന്ന് കിട്ടിയ മദ്യക്കുപ്പി നിങ്ങളല്ലേ കൊണ്ടുപോയി കൊടുത്തത്? അതില് വിഷം കലർത്തി കുടിപ്പിച്ചത് നിങ്ങളല്ലേ? അയ്യോ, അങ്ങനെയല്ലേ നിങ്ങൾ സാറിനെ കൊന്നത്? ഇല്ല ഇല്ല മാഡം, ഞാനൊരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. ഞാൻ പോയതും കണ്ടതും ശരി തന്നെയാണ്. കാണാൻ പോയപ്പം ഞാൻ കൊണ്ടുപോയത് മദ്യക്കുപ്പിയല്ല, ഒരു പൊതിച്ചോറാണ്. അപ്പൊ പൊതിച്ചോറിലാണ് വിഷം കലർത്തിയിരുന്നത് അല്ലേ? ഇല്ല മാഡം, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. സത്യം പറയിപ്പിക്കാൻ എനിക്ക് അറിയാം. മാഡം, ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. സാറ് ഞങ്ങളുടെ ശത്രു തന്നെയായിരുന്നു, പക്ഷെ കൊല്ലാനും മാത്രമുള്ള വൈരാഗ്യമൊന്നും ഞങ്ങൾ തമ്മിൽ ഇല്ലായിരുന്നു. ഞാൻ തെളിയിച്ചോളാം. ഇപ്പൊ ഞാൻ പോകുന്നു. നമുക്കിനിയും കാണേണ്ടി വരും.